ഹലോ, എല്ലാവർക്കും പേർഷ്യൻ മലയാളിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇതൊരു സിക്ക് വ്ളോഗ് അഥവാ മൈഗ്രെയിൻ വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ വോയിസ് എൻ്റെ ഒരു മാറ്റം, ശബ്ദത്തിനൊരു മാറ്റം എന്താ? വേറൊന്നുമല്ല, ഇന്നൊരു ആശുപത്രി വിസിറ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ലിഡു എന്ന് പറയുന്ന നമ്മുടെ ഈ പേർഷ്യൻ മലയാളിക്ക് മൈഗ്രെയിൻ അത് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. മന്ത്ലി ഒരു 6-7 ദിവസം, എല്ലാ മാസവും ഒരു 6-7 ദിവസം ഇങ്ങനെയാണ് അവസ്ഥ. അതായത് ഒരു ജനറ്റിക്കൽ, അതായത് 10-20-25 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. മാസത്തിലൊരു 5-6 ദിവസം മൈഗ്രെയിൻ ട്രിഗർ ചെയ്യും. അപ്പോൾ അത് കാരണം പിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ തന്നെ എവിടെ ഇരിക്കുന്നോ അങ്ങനെ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും. വളരെ ബുദ്ധിമുട്ടായിട്ട് കടന്നു പോകുന്നൊരു അവസ്ഥയിലോട്ടാണ്. അപ്പം ഞങ്ങൾ ഒരു ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഇവിടെ അതിൻ്റെ അടുത്തുള്ള തന്നെ ഒരു വസന്തഭവൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ദോശ കഴിക്കാൻ കയറിയതാണ്. കാരണം രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല, ഭയങ്കര ക്ഷീണമാണ്, മൈഗ്രെയിനായിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഞാനിച്ചിരി നേരത്തെ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ ക്ലിനിക്കിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു, പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ട് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ. അപ്പോൾ പിന്നെ ഒന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ദോശയോ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സിലിക്കൺ ഒയാസിസിലെ വസന്തഭവൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ വന്നത്. വൈകുന്നേരം ഒരു 6 മണിയായി. ഞങ്ങൾ ഇതിൽ ദോശ കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഉന്മേഷം വരും. ആക്ച്വലി ഇതിന് 2 ദിവസം മുന്നേയും ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, മൈഗ്രെയിൻ ട്രിഗർ ചെയ്തു. പിന്നെയും ക്ലിനിക്കിൽ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നും അതേ അവസ്ഥ തന്നെയാണ്. ഞങ്ങളാണ് ഇന്ന് വൈകുന്നേരം റെസ്റ്റോറൻറ്റിൽ വന്നത്. അപ്പോൾ ആദ്യത്തെ ഓർഡർ നമ്മളാണ് ചെയ്തത്. ഇന്ന് വൈകുന്നേരത്തെ ദോശയാണ്. ഞാനൊരു മസാല ദോശ ഓർഡർ ചെയ്തു, ലഡു സാദാ ദോശ ഓർഡർ ചെയ്തു. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പിന്നെ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്നുള്ളൊരു ഐഡിയയിൽ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് വേറെ ആരും ഇല്ലായിരുന്നു, ഞങ്ങളാണ് ഫസ്റ്റ് കസ്റ്റമർ വൈകുന്നേരത്തെ. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നത്. സോ വളരെ ക്രിസ്പി മസാല ദോശയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ഞങ്ങൾ ആ ക്രിസ്പിനെസ്സോടുകൂടി തന്നെ ചൂടോടുകൂടി പെട്ടെന്ന് മസാല ദോശ കഴിച്ചു. അതിൻ്റെ കൂടെ എനിക്കൊരു കോഫി ഞാൻ ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ലഡു ഒരു ബ്ലാക്ക് കോഫി ഓർഡർ ചെയ്തു. പക്ഷേ അത് കുടിച്ചില്ല, കാരണം അത് അത്ര ഇഷ്ടപ്പെട്ടില്ല, തണുത്തു പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് കുടിച്ചില്ല. പക്ഷേ നല്ലവരായ വസന്തഭവൻകാർ അതിൻ്റെ പൈസ നമ്മളെ എടുത്തില്ല. കാരണം അവർ നമ്മുടെ ഇതിൽ 1-2 സ്റ്റാഫുകൾ ഞങ്ങളുടെ തന്നെ വ്യൂവേഴ്സാണ്, അവർ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അവർക്ക് ഇഷ്ടമാണെന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ അവരുടെ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. എനിക്ക് ഇത് വാങ്ങി, മൈസൂർ പാവ്, ചെറിയ ഒരെണ്ണം, 2 ബാദുഷ വാങ്ങി. ഒരു വൊമിറ്റിംഗ് ഒക്കെ തോന്നുന്നു, അപ്പോൾ ഒരു സ്വീറ്റ് തിന്നാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഇവിടുത്തെ സ്വീറ്റ്സ് നല്ല ടേസ്റ്റിയാണ്. ഭയങ്കര ചൂടാണ്, നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ചൂടല്ല, ചൂടാണ്. നമ്മളിവിടെ കഴിച്ചു, അത് കണ്ടില്ലല്ലോ. കുളിച്ചിട്ട് ഇറങ്ങി, വീട്ടിൽ വന്നിട്ട് കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് കുളിച്ചിറങ്ങി. ഇനിയിപ്പോൾ രാത്രിയിൽ വല്ല കഞ്ഞിയോ വല്ലതും കുടിച്ചിട്ട് ആശുപത്രിയിൽ പോയിട്ട് വന്ന് വീടെത്തി, കുളിച്ചു. കണ്ടില്ല തലവേ ഇവിടെ നമ്മൾ ഈ പറയുന്നില്ലേ, വീട്ടിൽ ഗ്രഹനാഥയ്ക്ക് വയ്യാതായ വീടിൻ്റെ ആ ഒരു അതിൻ്റെ വീടിൻ്റെ ഒരു അവസ്ഥ താളം തെറ്റും. അപ്പം നിങ്ങൾക്ക് ഇന്ന് ഈ വീട് കണ്ടാൽ മനസ്സിലാവുന്ന കണ്ടില്ലേ.
അപ്പോൾ ഈ വീട് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീട്ടിലെ ഗ്രഹനാഥയ്ക്ക് സുഖമില്ല. കണ്ടില്ലേ, അതാണ് സംഭവം. അതാണ് എന്താണ് കിടക്കുന്നത്. വളരെ നല്ല എല്ലാം നീറ്റായിട്ട് കിടക്കുന്നുണ്ടല്ലേ. അത് ഈ വീട്ടിലെ ഗ്രഹനാഥയ്ക്ക് സുഖമില്ലാത്തതിൻ്റെ ഒരു സിമ്പിളാണ്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് തലവേദന ആയതുകൊണ്ട് ഇച്ചിരി റെസ്റ്റ് ചെയ്യും. റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം രാത്രി എന്താ കഞ്ഞി ഉണ്ടാക്കി തരാം അല്ലേ. പൊടിയരി ഉണ്ട്, പൊടിയരിയിൽ കഞ്ഞി ഉണ്ടാക്കി തരാം. അപ്പോൾ അത് കുടിക്കും, പിന്നെ കിടന്ന് ഉറങ്ങും. അതാണ് ഇന്നത്തെ തലവേദന വിശേഷം, മൈഗ്രെയിൻ വിശേഷം. ആ, അത് ഞാൻ പൊടിയരി കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണിക്കാം. ഓക്കെ, അപ്പം എനിക്കും ഒന്ന് ഫ്രഷ് ആവണം, കുളിച്ച് ഫ്രഷ് ആവട്ടെ. അപ്പം നല്ല ചൂട് പൊടിയരി കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നല്ല പിക്കിളും അടമാങ്ങ പിക്കിള് ആണ്. അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുക. അപ്പോൾ അത് കഴിക്കുമ്പോൾ അസുഖം കുറയുമായിരിക്കും. ഇപ്പം എങ്ങനെ ഉണ്ട് തലവേദനയൊക്കെ, മൈഗ്രെയിൻ? ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തപ്പം ആസ് യൂഷ്വൽ ഇപ്പം ഇച്ചിരി കുറവുണ്ട്. ഇപ്പോൾ ഡിന്നർ ടൈം ആയല്ലോ, അപ്പോൾ പിന്നെ മരുന്ന് കഴിക്കാനുണ്ട്. ഇപ്പോൾ പൊടിയരിക്കഞ്ഞി കുടിക്കുക. വേണ്ടെന്ന് ഉണ്ടാക്കി തന്ന പൊടിയരിക്കഞ്ഞി, പിന്നെ മാങ്ങ അച്ചാറും. വെള്ളമേ ഉള്ളൂ പൊടിയരിക്കഞ്ഞിയിൽ, ചോറൊന്നും ഇല്ല, തപ്പിപ്പിടിക്കണം. ഇപ്പം നേരത്തെ വേദന അത്രയും ഇല്ല. എണീറ്റ് നിൽക്കാം അല്ലേ, എണീറ്റ് നിൽക്കാം, ടി വി കാണാം, ഒക്കെ ചെയ്യാം. പേന് കഴിക്കാൻ ഡിന്നറൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. ഞാൻ ഓൾറെഡി മസാല ദോശ കഴിച്ചല്ലോ. ഞാനും കഴിച്ചല്ലേ. അപ്പൊ ഇനി കഞ്ഞി കുടിച്ചിട്ട് കിടന്ന് നല്ലതായിട്ട് ഉറങ്ങിയാൽ മതി. അപ്പൊ രാവിലെ നോക്കുമ്പോൾ എല്ലാം ശരിയാവും. ഞങ്ങളുടെ ഇന്നത്തെ ഒരു സിക്ക് വ്ളോഗാണ്. ആക്ച്വലി 2-3 ദിവസമായിട്ട് എനിക്ക് വയ്യ. മിനിഞ്ഞാന്നും എനിക്ക് വയ്യായിരുന്നു. മിനിഞ്ഞാന്നും പോയി ഒരു പെയിൻ കില്ലറിൻ്റെ ഒരു ഇങ്ങനെ ട്രിപ്പ് ഇട്ടായിരുന്നു. പിന്നെ ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ വീണ്ടും ഭയങ്കര തലവേദനയായിരുന്നു. പിന്നെ ഓഫീസിൽ പോയപ്പോഴാണ് ഞാൻ വിളിച്ച് വരുത്തി. ഒരു 5-5:30 ആയപ്പോഴാണ് വന്നത്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അടുത്തുള്ള ക്ലിനിക്കിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അപ്പോൾ രാവിലെ മുതലൊന്നും കഴിക്കാത്തതുകൊണ്ട് പോയി ഒരു ദോശ, വയറ് ഫുൾ എംപ്റ്റി ആയിരുന്നു. അപ്പോൾ അതും കൊണ്ടുകൂടി ട്രിഗറാവും, കഴിക്കാത്തതുകൊണ്ടും ഛർദിലും കൊണ്ടൊക്കെ. ഇപ്പോൾ ദോശ കഴിച്ചിട്ട് വന്ന് പിന്നെ രാത്രി മെഡിസിൻ ഉള്ളതുകൊണ്ട് ഒരു ഇച്ചിരി ചുമ്മാ കഞ്ഞി വെള്ളം, പൊടിയരി കഞ്ഞി അത് കഴിച്ചിട്ട് അല്ലെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ വല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും. കിടന്നു. കമന്റ് ചെയ്യുക. മാസത്തിൽ ഒരു 10-15 ദിവസമെങ്കിലും എനിക്ക് ഹെഡേക്ക് ഉണ്ട്. അതിലൊരു 6-7 ദിവസമാണെങ്കിൽ സീവിയർ ഹെഡേക്കുകളായിരിക്കും. മറ്റു ദിവസമൊക്കെ പെയിൻ കില്ലറൊക്കെ ഒതുക്കി അങ്ങനെ നിർത്തും. പക്ഷെ ചില ദിവസങ്ങൾ പോയി ഇഞ്ചക്ഷൻ എടുക്കാതെ ഒരു നിവർത്തിയില്ല. 3-4 കഴിക്കും. അപ്പൊ എന്നോടും ബ്രേണോടും പലരും ചോദിക്കാറുണ്ട്, എൻ്റെ അമ്മയോടും ചോദിക്കാറുണ്ട്, മോൾ എന്താ ഇത്രയും പഠിച്ചിട്ട് ജോലിക്ക് പോവാത്തെ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ ആദ്യമൊക്കെ പോവായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണം നമ്മളെവിടെയെങ്കിലും ജോലിക്ക് പോയാലും നമുക്ക് മാസത്തിൽ 10 ദിവസം അവധി എടുക്കാൻ പറ്റില്ലല്ലോ. സോ ആ ഒരു ഇഷ്യൂ കാരണമാണ് ഞങ്ങളൊരു മ്യൂച്വലായിട്ടൊരു ഡിസിഷൻ എടുത്തു. ഇങ്ങനെ ഹെഡ് ഏക്സും കാര്യങ്ങളും വരുന്നതുകൊണ്ട് ഒരു വെളിയിൽ പോയി ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് കംപ്ലീറ്റ്ലി വിട്ട് പിന്നെ ഞാൻ വീട്ടിൽ ഹോം മേക്കറായിട്ട് ഇരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഹോം മേക്കറായിട്ട് ഇരിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ തലവേദനയൊക്കെ വരുമ്പോൾ കിടക്കും, എണീക്കും, പിന്നെ ജോലി ചെയ്യും, പിന്നെ കിടക്കും, എണീക്കും, ജോലിയും. പിന്നെ ഒട്ടും അങ്ങനെ വയ്യാത്ത ദിവസങ്ങളാണെങ്കിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കും, അല്ലെങ്കിൽ പെയിൻ കില്ലറിൽ ഒതുക്കും. പക്ഷെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ആ ചോദ്യം ചോദിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു എക്സ്പ്ലനേഷനാണിത്. ഓക്കെ, പെയിൻ കില്ലർ അല്ല, ചെറിയ എന്തോ
പെയിൻ വരാതിരിക്കാനുള്ള എന്തോ ചെറിയ ഡോസ് ഉണ്ട്. അപ്പം നാളെ ആകുമ്പോൾ മാറട്ടെ. ഞാൻ എടുത്ത് ഇഞ്ചക്ഷനൊക്കെ പോയി, പക്ഷെ വ്ളോഗൊന്നും എടുത്തില്ല. എടുത്തിട്ട് വന്നു. ഇന്നായപ്പോൾ വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥ വന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടുക. ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു സിക്ക് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. ഇങ്ങനത്തെ പല സിക്ക് ഡേയ്സ് ഉണ്ട്, എല്ലാം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു സിക്ക് ഡേ കാണിച്ചു. എന്ന് സിക്ക് ഡേ കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ? മാസത്തിൽ 15 സിക്ക് ഡേ ഉണ്ടെങ്കിൽ 15 കാണിച്ചാൽ നിങ്ങൾ ഇത് എന്ന് സിക്ക് ഡേ തന്നെ കാണിക്കാനുള്ളത് വിചാരിച്ചാൽ നമ്മളൊരു സിക്ക് ഡേ കാണിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം. ജീവിതത്തിലെ എല്ലാം എന്നും സന്തോഷവും സിനിമ കാണലും കറക്കമല്ല, ഇങ്ങനത്തെ ദിവസങ്ങളും ഉണ്ട്. എല്ലാവരും പലരും കാണിക്കാറില്ല, പലരും കാണിക്കും. പിന്നെ എല്ലാം നമുക്ക് കാണിക്കാനും പറ്റില്ലല്ലോ. എന്നാൽ നമ്മൾ വയ്യാഴിക വ്ളോഗിൽ കാണിച്ചാൽ ഇപ്പോൾ ഒരു വയ്യാഴിക വ്ളോഗായി മാറത്തില്ലേ? സുഖം വല്ലപ്പോഴും ഒക്കെ കാണിക്കും റിയാലിറ്റി ഇതാണ് എന്നുള്ളത്. മറ്റേതൊക്കെ ലൈഫിൽ ഓരോ കാര്യങ്ങളാണെങ്കിലും ഇതൊരു വലിയൊരു റിയാലിറ്റിയാണ്, വയ്യാഴികളും അസുഖങ്ങളും ഒക്കെ ഉള്ളത്. ഗുഡ് നൈറ്റ്. ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ബൈ, ഗുഡ് നൈറ്റ്.